വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഫാമിലി വിത്ത് മീ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 2 നെന്മാറ വേലയുടെ തലേന്നാണ്. ഇപ്പം ഞങ്ങളുള്ളത് അമ്മയുടെ വീട്ടിൽ നെന്മാറയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചമയം കാണാൻ പോവുകയാണ്. വേലയുടെ തലേന്നാണ് എപ്പോഴും ചമയം കാണാൻ പോവാറ്. പിന്നെ വേല തലേന്നുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടി ഗേറ്റ് അടച്ചു. നമ്മളിനി ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏതാണ്ട് സമയം 7 മണി ആവാറായിട്ടുണ്ട്. നമ്മളിത് നടന്ന് തുടങ്ങി. നമ്മൾ ആദ്യം ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ടാണ് പോണത്. അവിടെയാണ് ചമയം വെച്ചിരിക്കുന്നത്. അവിടുത്തെ മണ്ഡപത്തിലാണ് ചമയങ്ങൾ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അത് കാണാൻ പോകണം. ഫസ്റ്റ് നല്ല തിരക്കുണ്ടായിരുന്നു റോട്ടിൽ. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തില്ല, നടന്നു പോകാൻ തന്നെ വിചാരിച്ചു. നടന്നു പോണ വഴിയുള്ള തിരക്കാണ് ഇത്. നമ്മളെവിടെ എത്തിയിട്ടില്ല. ആദ്യത്തെ റോഡ് തുടക്കം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടികൾ ബൈക്കും പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാ തിരക്കുകളും ഉണ്ട്. കുറേ പേർക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താറായപ്പോൾ ഒരു പടക്കം പൊട്ടൽ എന്താണെന്നറിയാൻ വേണ്ടി വന്ന സമയത്തായിരുന്നു. അത് വേറൊന്നും ആയിരുന്നില്ല. അത് താലപ്പൊലിയുടെ പടക്കം പൊട്ടലായിരുന്നു. താലപ്പൊലിക്കാർ പോയ ശേഷം അവരുടെ പുറകിലായിട്ട് ചെണ്ടമേളവും ആനയും കൂടിയുള്ള വരവാണ് എടുത്തത്. അവരവിടെ കുറച്ച് നേരം നിന്ന് ചെണ്ടമേളമൊക്കെ വായിച്ച ശേഷമാണ് പിന്നെ നടന്നു വരാൻ തുടങ്ങിയത്. അങ്ങനെ ചെണ്ടമേളക്കാർ പോകുന്നതിൻ്റെ പുറകെ ആനയും വന്നു തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ കാണാനൊക്കെയായിട്ട്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ആന അടുത്തൂടെ പോയ സമയത്ത്. എന്നാലും കുഴപ്പമില്ലാതെ പിന്നെ ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോവുകയാണ് ചമയം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി ദൈവത്തൊക്കെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ നേരെ മണ്ഡപത്തിലോട്ട് പോവുകയാണ്. മണ്ഡപത്താണ് ഇനി അവിടെ ചമയങ്ങൾ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് വല്ലങ്ങി ദേശക്കാരുടെ ചമയം കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ വല്ലങ്ങി ദേശമാണ്, അതുകൊണ്ട് വല്ലങ്ങി ദേശക്കാരുടെ പോകാൻ. പിന്നെ നെന്മാറക്കാരുടെ കുറച്ച് ദൂരം ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. വല്ലങ്ങി ദേശക്കാരുടെ മാത്രം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ മണ്ഡപത്തിലോട്ട് പോയി. ആനച്ചമയം വെച്ചവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നില്ല. അത്ര ലൈറ്റിൻ്റേതായിട്ടാണെന്നൊന്നും അറിയില്ല. നല്ല ചൂടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ടിലൊക്കെ പോയി കണ്ടു. കൃഷ്ണ വിഗ്രഹമൊക്കെ നടുക്ക് വെച്ചിട്ടുണ്ട്, കണിക്കൊക്കെ വെച്ചിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറേ നേരം നിന്ന് കുറച്ച് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഉള്ളിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമ്മളതേ വെളിയിൽ വീശി, നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് തന്നെയാണ് വീശറി. അതും വീശിക്കൊണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മൾ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട ശേഷം നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു വെളിയിൽ. ഉള്ളിൽ നിന്നപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇനി നമ്മൾ പോണത് പന്തൽ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിനി പിന്നെയും നമ്മൾ ദൈവത്തെ കണ്ട് തൊഴുതി നമ്മൾ പിന്നെയും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ചൂടായുള്ളിൽ. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ച്, തണുത്ത വെള്ളമായിരുന്നു, വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച ശേഷം നമ്മളിത് പിന്നെയും നടക്കാൻ തുടങ്ങി. നമ്മൾ നടന്നിട്ട് തന്നെയാണ് പന്തൽ കാണാനും പോണത്.
അതിൻ്റെ അവിടെയായിട്ട് ആന പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു, ചെണ്ടമേളക്കാരുടെ പ്രതിമ. നമ്മളതൊക്കെ കണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അവിടേക്ക് കുറച്ച് നേരം ഇരുന്ന ശേഷമാണ് നമ്മൾ പിന്നെ പന്തൽ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ നമ്മൾ പന്തൽ കാണാനെത്തി. ഇത് വല്ലങ്ങി ദേശക്കാരുടെ പന്തലാണ് കേട്ടോ. നമ്മൾ അടുത്ത് പോയി നിന്നത് വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലായിരുന്നു. കാരണം നമ്മൾ നടന്ന് വന്നത് ആ വഴി ആയതുകൊണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ നോക്കിയാൽ തന്നെ നെന്മാറ ദേശക്കാരുടെയും പന്തൽ കാണാം. അത് നെന്മാറ ദേശക്കാരുടെ പന്തൽ. നെന്മാറ ദേശക്കാരുടെ പന്തലും അമ്പലം അടുത്തടുത്താണ്. അതുകൊണ്ട് ഇത് നെന്മാറ ദേശക്കാരുടെ പന്തൽ. നമ്മൾ അടുത്ത് വന്ന് നിന്നത് വല്ലങ്ങി ദേശക്കാരുടെ പന്തലുമായിരുന്നു. രണ്ടും കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ നിന്ന് കണ്ടു. പിന്നെ നമ്മളത് അടുത്ത് നിന്നവിടെ തന്നെ ഈ ലൈറ്റിൻ്റെ സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വട്ട സാധനം എൻ്റെ ഹെയർ ബാൻഡ് തലയിൽ പോലത്തെ വെക്കുന്ന സാധനം മേടിച്ചു. പിന്നെ ഈ ഒരു ഹൈഡ്രജൻ്റെ ബലൂണും മേടിച്ചു, അവന് വേണമെന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്നു. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു, പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ഇവിടെ ഇങ്ങനെ കമ്മൽ ഇങ്ങനത്തെ ഐറ്റംസിലോട്ടാണ്. നമ്മൾ കമ്മലൊക്കെ മേടിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത്. പിന്നെ നടന്നു വരുന്ന വഴിക്ക് ഈ വലിയ ബോൾ കണ്ടപ്പോൾ അതൊന്ന് വാങ്ങണം വിചാരിച്ചിട്ട് ആ ഒരു ഗ്രീൻ കളർ ബോളാണ് നമ്മളവിടെ നിന്ന് മേടിച്ചത്. അതും മേടിച്ച് അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് എന്തെങ്കിലും മിഠായിയോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു. നമ്മൾ അതിൽ മിഠായിയൊക്കെ മേടിച്ച് ഉണ്ണിയപ്പോ പരിപ്പോടി അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് നടന്നു. പിന്നെ നമ്മൾ ഈ പൊരിയുണ്ട മേടിച്ചു. പൊരി വേണ്ടാന്ന് വെച്ചിട്ട് ഈ പൊരിയുണ്ട മേടിച്ചു. നമ്മൾ അതൊക്കെ മേടിച്ച ശേഷം പിന്നീട് തൊട്ടടുത്ത് അലുവ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അലുവയൊക്കെ മേടിച്ചു. ആ മഞ്ഞ കളർ അലുവയാണ് മേടിച്ചത്. അതും മേടിച്ച ശേഷം നമ്മളത് വീട്ടിലേക്ക് തിരിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ അവനൊരു കണ്ണാടി മേടിച്ചിട്ടായിരുന്നു ലൈറ്റ് എത്തുന്നത്. നമ്മളതും തലയിൽ വെച്ച് കണ്ണിലൊക്കെ വെച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി. നല്ല ഇരുട്ടായിരുന്നു, അവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ അതും വെച്ച് നടന്നു. കണ്ടില്ല, ആ ഇരുട്ടത്ത് ആ സാധനങ്ങളുടെ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ, ഫുൾ ഇരുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതാ ഗേറ്റൊക്കെ തുറന്നു. എല്ലാവരും നേരിപ്പോൾ തെണ്ണുകളിലിരുന്നു. കാരണം നല്ല നടന്ന് ക്ഷീണിച്ചതിൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും വേഗം പോയി ഇരുന്നു. അമ്മയാണ് എല്ലാം കൂടി പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും പിടിക്കാൻ വയ്യ, കാരണം ആ സാധനം ബലൂണ് കൈ വിട്ടാൽ മുകളിലേക്ക് പറന്നു പോകും. ആ അവസ്ഥയായതുകൊണ്ട് നമ്മൾ ആരും പിടിച്ചില്ല, അമ്മയിലേക്ക് കൊടുത്തു. നമ്മൾ വാതിലൊക്കെ തുറന്ന് ലൈറ്റൊക്കെ ഇട്ട് ആദ്യം ഫാൻ ഇട്ട് പോയി കട്ടിലിൽ പോയി മിണ്ടാതെ കുറേ നേരം ഇരുന്നു. നമ്മൾ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഇടയിലൂടെ അവൻ്റെ കളി, ആ സാധനം എടുത്തും കൊണ്ട് കളിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ കമ്മലം മേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ഗസ്റ്റ് കമ്മലാണ് മേടിച്ചത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു കമ്മൽ, നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഇങ്ങനത്തത് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കമ്മൽ മേടിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടങ്ങി കുറച്ചായതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.